സീസൺ IPL ആരംഭിക്കുന്നതിന് മുൻപ് തൊട്ടേ മുംബൈ ഇന്ത്യൻസിൽ കാര്യങ്ങളൊന്നും അത്ര സുഖകരമല്ല. രോഹിത് ശർമ്മയെ ഒഴിവാക്കി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കി പ്രഖ്യാപിച്ചതിൽ തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിനുള്ളിലും ഈ ക്യാപ്റ്റൻസി മാറ്റം ആഘാതം സൃഷ്ടിച്ചെന്ന് സീസണിലെ ഇതുവരെയുള്ള കളികളിൽ നിന്ന് വ്യക്തമാണ്. രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയതിൽ വിരളി പൂണ്ട ആരാധകരാവട്ടെ ഹോം മത്സരങ്ങളിൽ പോലും തങ്ങളുടെ പുതിയ ക്യാപ്റ്റനെ കൂവിയും അപമാനിച്ചും രോഷം തീർക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും ഇത് പ്രകടമാകുന്നു. ഈ സമ്മർദ്ദങ്ങൾക്കിടെ ടീമിനെ നയിക്കുന്ന ഹാർദിക്കിനാവട്ടെ മികച്ച പ്രകടനങ്ങളിലേക്ക് മുംബൈയെ നയിക്കാനും സാധിക്കുന്നില്ല. കളിച്ച ആദ്യ 3 കളികളിലും മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുകയും ചെയ്തു. അതിനിടെ ഇപ്പോഴിതാ ടീമിന്റെ മുൻ നായകനായ രോഹിത് ശർമ്മ ഈ സീസണിന് ശേഷം മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ രോഹിത് ശർമ്മ അസന്തുഷ്ടനാണെന്നും ഇത് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ പോലും വിള്ളൽ വീഴ്ത്തിയെന്നും മുംബൈ ഇന്ത്യൻസിലെ ഒരു താരം പറയുന്നു. മറ്റൊരു ന്യൂസ് ചാനലിന് നൽകിയ രഹസ്യ റിപ്പോർട്ടിലൂടെയാണ് ഈ വിവരം പുറത്തു വന്നത്. ഇതിനൊപ്പം മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനങ്ങൾ ദയനീയമായത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയെന്നാണ് സൂചനകൾ. ഹാർദിക് പാണ്ഡ്യ എടുക്കുന്ന പല തീരുമാനങ്ങളോടും രോഹിത്തിന് തൃപ്തിക്കുറവുണ്ടെന്നാണ് സൂചനകൾ. ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ നല്ലൊരു അന്തരീക്ഷം തീർക്കുന്നതിന് ഇത് തടസ്സമാകുന്നുവെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ 2024 സീസണിന് ശേഷം രോഹിത് ടീം വിടാൻ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ. മുംബൈ ഇന്ത്യൻസിന്റെ 5 IPL കിരീടങ്ങൾ സമ്മാനിച്ച IPLലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ. 2011 9.2 കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസിലെത്തിയ അദ്ദേഹം IPLൽ അവർക്കായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള ബാറ്ററുമാണ്. IPLൽ മുംബൈക്കായി 201 കളികളിൽ നിന്നും 5110 റൺസാണ് രോഹിത് ശർമ്മയുടെ സമ്പാദ്യം. അതേസമയം മുംബൈ ഇന്ത്യൻസിന്റെ നായകനായി ഹാർദിക് പാണ്ഡ്യ എടുത്ത ചില തീരുമാനങ്ങളും ഇക്കുറി അദ്ദേഹത്തെ വിമർശനങ്ങൾക്ക് നടുവിലാക്കിയിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നടന്ന കളിയിൽ ചേസിംഗ് സമയത്ത് തന്നേക്കാൾ മുൻപ് ടിം ഡേവിഡിനെ ബാറ്റിംഗിന് ഇറക്കിയ തീരുമാനവും ഹൈദരാബാദ് റെക്കോർഡ് IPL സ്കോർ നേടിയ കളിയിൽ ജസ്പ്രീത് ബുംറയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതിരുന്നതും വലിയ വിവാദമായ കാര്യങ്ങളാണ്.